നമ്മളിപ്പോൾ വിയറ്റ്നാമിലാണ്. വിയറ്റ്നാമിലെ ഒരു ക്രൂയിസ് ബോട്ടിൻ്റെ യാത്രയെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് പാർട്ട് കാണാത്തവർക്ക് വേണ്ടി ഞാൻ വീഡിയോ ഞാൻ താഴെ ടാഗ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ബോട്ടിലോട്ട് എത്തിയിരിക്കുകയാണ് നമ്മൾ. ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ റൂം. സീ വ്യൂ റൂമാണ്. നല്ല നല്ല വൃത്തിയോടുകൂടി എല്ലാം ചെയ്തിട്ടുണ്ട്. റൂമൊക്കെ നല്ല രസമാണ് കാണാനായിട്ട്. റൂമെല്ലാം കണ്ടു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ റെസ്റ്റോറൻറ്റിലോട്ട് പോയി. റെസ്റ്റോറൻറ്റിൽ ഉച്ചക്കത്തുള്ള ലഞ്ച് അവരെല്ലാം പ്രിപ്പയർ ചെയ്യുമായിരുന്നു. ലഞ്ച് എനിക്ക് തോന്നുന്നു വലിയ ഒത്തിരി ഡിഷസ് ഒന്നും ഇല്ലായിരുന്നു. എങ്കിലും ഓക്കെ, കുഴപ്പമില്ല. ഡിന്നറായിരുന്നു ആഘോഷം. ഡിന്നർ ഞാൻ കാണിക്കുന്നുണ്ട്. ലിക്കറും കാര്യങ്ങളെല്ലാം നമുക്ക് തരും. നമ്മൾ റെസ്റ്റോറൻറ്റിൽ വന്ന് ആദ്യമേ നമുക്കൊരു സൂപ്പാണ് കിട്ടിയത്. സൂപ്പ് നല്ലതായിരുന്നു. കാരണം പലരും ഇങ്ങനെയുള്ള യാത്രയിൽ പലരും ചോദിക്കുന്ന കേട്ടിട്ടുണ്ട്, നമുക്ക് ഇന്ത്യൻ ഡിഷസ് കിട്ടാൻ വഴിയുണ്ടോ, അല്ലെങ്കിൽ ഇന്ത്യൻ ഡിഷസ് കിട്ടുമോ എന്നുള്ളത്. പക്ഷേ ഞാൻ പേഴ്സണലി എൻ്റെ ഒരു ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെയുള്ള യാത്ര പോകുമ്പം അവിടുത്തെ നമ്മൾ പോകുന്ന സ്ഥലത്തെ ലോക്കൽ ഡിഷ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. കാരണം ചിലപ്പോൾ നമ്മളെക്കാളും നല്ല ഫുഡായിരിക്കും. ആ ടേസ്റ്റ് നല്ലതായിരിക്കും. നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് ആയിരിക്കും. പ്രസൻറ്റേഷനൊക്കെ അടിപൊളിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇവരുടെ ഫുഡ്. നല്ല ഫുഡാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ചേഞ്ച് വരുത്തുന്നത് നല്ലതാണ്. നമ്മൾ എല്ലാ ദിവസവും ദോശയും അല്ലെങ്കിൽ ബിരിയാണിയും അല്ലെങ്കിൽ പുട്ടും ഒക്കെ കഴിക്കുന്നതിന് പകരമായിട്ട് കുറച്ച് ഒരു ചേഞ്ച് ഇങ്ങനെയുള്ള യാത്രയിലൊക്കെ ഫുഡിൻ്റെ കാര്യത്തിൽ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഏറ്റവും മുകളിൽ ഞാൻ പോയ വ്യൂ ആണിത്. ബോട്ടിലെ നല്ല വ്യൂ ആണ്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടി വീണ്ടും ചെറിയ ബോട്ടിൽ ഒരു സ്ഥലത്തോട്ട് പോയി. നല്ല വ്യൂ ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നി കഹോന പേരയൊക്കെ ഷൂട്ട് ചെയ്ത് ഇവിടെയാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. കാരണം ആ ഒരു സോങ് ഒക്കെ ഇതുപോലെ ഈ ഒരു ലൊക്കേഷൻ പോലെ കാണുന്നു. ഞാനും ഈ വള്ളമൊക്കെ തുഴഞ്ഞു. നല്ലതാണ്, അടിപൊളിയാണ്. നമുക്ക് ലൈഫ് ജാക്കറ്റൊക്കെ അവർ തരുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു. ഈവനിങ് നമുക്കിങ്ങനെ ഒരു ചെറിയൊരു പാർട്ടി പോലെ ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് ഇതാണ് നമ്മുടെ ഡിന്നർ വരുന്നത്. ഡിന്നറിൽ എനിക്ക് ഒത്തിരി എല്ലാ കാര്യങ്ങളും എല്ലാം ഇഷ്ടപ്പെട്ടു. സായിപ്പ് എന്തൊക്കെയോ മണത്തൊക്കെ നോക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ബട്ടറിൽ ഓയിസ്റ്റർ ചെയ്തൊരു ഡിഷ് ഉണ്ടായിരുന്നു. അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ കൂട്ടത്തിൽ വന്നതിൽ ഞാനും എൻ്റെ വൈഫും ആയിരിക്കും അത് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. കാരണം അതുപോലെ ടേസ്റ്റി ആയിരുന്നു ആ ഫുഡ്. കാരണം ഇതെല്ലാം വിയറ്റ്നാമി ഡിഷാണ്. ഇതൊക്കെയാണ് ഞങ്ങൾ കഴിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫിഷിങ് പോയി. നമ്മുടെ കൂന്തലിനെ കിട്ടിയായിരുന്നു. കൂന്തലിനെ കിട്ടി. ബാക്കിയുള്ളവർക്കൊന്നും കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ കൂന്തലിനെ കിട്ടി, ഫോട്ടോയൊക്കെ എടുത്തു. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നാളെ രാവിലെയാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത്. അങ്ങനെ ഞങ്ങൾ റൂമിലോട്ട് പോയി. രാത്രിയാണ്. നൈറ്റ് വ്യൂ ഇങ്ങനെയാണ് വരുന്നത്. ബോട്ടിൽ ഇരുന്ന് നല്ല രസമാണ് കാണാനൊക്കെ ആയിട്ട്. നിങ്ങൾ വിയറ്റ്നാമിൽ വരികയാണെങ്കിൽ ഇങ്ങനെയുള്ള ക്രൂസ് ബോട്ടിൽ സ്റ്റേയും കൂടെ എടുക്കണം. നെക്സ്റ്റ് പാർട്ടിൽ ഞാൻ ബാക്കി കാണിക്കാം.